ഹായ്. അപ്പൊ ഇന്നത്തെ കൂട്ടാൻ പുളിങ്കറിയാണ്. അതെ. അപ്പൊ അതിന്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കട്ടെ. അപ്പൊ അതിന്റെ പണിയാണ് അപ്പൊ ഭയങ്കര ചൂടോട്ട് അകത്ത് ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മൂനോടും മാളൂനോടും ഒക്കെ കൃഷിയോടും പറഞ്ഞു, എന്താ നമുക്ക് ഏതായാലും ഇവിടെ ഒഴിഞ്ഞു കിടക്കല്ലേ, കാറ്റും കിട്ടും, നമുക്ക് ഇവിടെ ഇരുന്ന് നന്നാക്കാം. അവിടെ പിന്നെ ഉണ്ട് അവിടെയൊക്കെ വെക്കും ചെയ്യാം, നമുക്ക് ഓരോ വർത്തമാനം പറയാം. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിന്റെ ഒരു കാരണം ഒന്ന് അമ്മയ്ക്ക് കണ്ണിന് ചൂടും മുത്തശ്ശിയുടെ കാലും. മുത്തശ്ശിക്ക് കാലിന് ഒരു പ്രശ്നം പറ്റി, ഇഡലി തട്ട് വീണതാണ്. മോറിയൊക്കെ കൊണ്ടുവന്ന് ബെഞ്ചിമില് കൊണ്ടുവച്ചത് അമ്മ ഉണ്ടായില്ലേ അവിടെ. അതെ. അപ്പൊ എന്താ ഇത് അറിയോ, അതിട്ട് ഒന്നുണ്ട് ഊർന്ന് കാൽമിക്കിന് വീണു. ഒരു ദിവസം മുഴുവൻ സഞ്ചാരം അടിച്ചു, രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പൊ അന്ന് ഞായറാഴ്ച കൊണ്ട് ഡോക്ടറെ കാണാനും പറ്റിയില്ല. അപ്പൊ പിന്നെ തിങ്കളാഴ്ച ഡോക്ടറെ കണ്ടു. ഡോക്ടർ ചോദിച്ചൂലേ എന്താ എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട് കണ്ടപ്പോ. അപ്പൊ ഞായറാഴ്ച കൊണ്ട് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. എക്സ്റേ എടുക്കാൻ പറഞ്ഞു, എക്സ്റേ എടുത്തു. ഇന്നലെ എക്സ്റേ കൊണ്ടേ കാണിച്ചു. അപ്പൊ അതാണ് ഇപ്പൊ നമ്മള് വീഡിയോ ഒക്കെ കുറച്ച് ലേറ്റ് ആയി. വിരല് തമ്മിലൊന്ന് അനക്കണ്ട. അപ്പൊ അങ്ങനെ കെട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ 2 തരം ഗുളികയുണ്ട്. പിന്നെ ഒന്ന് പറയാനുള്ള, മുത്തശ്ശി റെസ്റ്റ് എടുക്കുകയില്ല. പണി ഉണ്ടാവും, ഓർഡറും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ പണി ഉണ്ടാവും കേട്ടോ, അതൊക്കെ കൂട്ടുമൊക്കെ വേണ്ട. പിന്നെ ആളുകൾ ഓർഡർ പറഞ്ഞത് നമുക്ക് അയച്ചു കൊടുക്കാണ്ടാവും. അപ്പൊ അത് ലേറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് കണ്ണിനെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇതേപോലെ കണ്ണിന്റെ മസിൽ വീക്കാണെന്നാ പറഞ്ഞത്. ഈ ഫോണിലേക്ക് തന്നെ നോക്കുമ്പോൾ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര വേദനയും. രാത്രി ഇതുപോലെ ഒന്നല്ല കേട്ടോ, കുറച്ചും കൂടെ നല്ല ചുവപ്പ് കളറും ഉണ്ടാവും, വേദനയും ഉണ്ടാവും. പകലൊന്നും വലിയ കുഴപ്പമില്ല. അപ്പൊ അതാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇടാം. ചെയ്യാം. അപ്പൊ കുട്ടൂന് അമ്പലത്തിൽ ഇപ്പൊ തിരക്കാണ്, പൂരം വരികയില്ലേ. അപ്പൊ അവിടെ ഗംഭീര തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടി വന്നാ പിന്നെ ക്ഷീണിച്ചിട്ടാ വരിക. പിന്നെ ഞങ്ങൾ അങ്ങനെ പറയാറില്ല. അതെ അതെ. ഷോർട്സ് 2 വണ്ണൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് കഷ്ണമൊക്കെ നുറുക്കാം. പുളിങ്കറിയാണ് അല്ലേ അമ്മേ? ഇഷ്ടമുള്ള കൂട്ടാനാണ്. അമ്മൂന് ഇഷ്ടമാണ്. നല്ല ഇഷ്ടം പുളിങ്കറി. ഊട്ടുപുര പുളിങ്കറി. അതെ, ഊട്ടുപുര സ്റ്റൈലിലുള്ള നമ്മള് പുളിങ്കറി ഉണ്ടാവണ തരമുള്ള. ഇനിയിപ്പോ അമ്പലത്തിൽ കഴിക്കാ, പൂരക്കാലായി. അതെ അതെ. പിന്നെ മുത്തശ്ശി ഇതിലേ ക്യാരറ്റ് മുത്തശ്ശി അന്ന് ഇട്ടായിരുന്നില്ലേ, അന്ന് ഇവിടെ വായനുള്ള സമയത്ത് ക്യാരറ്റ് ഇട്ടിരുന്നു. ക്യാരറ്റ് വാങ്ങിട്ട് വേണം നീ. അപ്പൊ പിന്നെ വേണ്ട വെച്ചു. എന്തായാലും ഒരു നേരത്തെ കൂട്ടാനല്ലേ വേണ്ടു. അങ്ങോട്ട് വെച്ചോളൂ. പിന്നെ കുറച്ച് മതിയല്ലോ. ക്യാരറ്റ് ഇട്ട് ഇനി വേറെ ദിവസം ഉണ്ടാക്കാം. അമ്മ ഈ മത്തന് എത്ര രൂപ അമ്മ? ഈ മത്തന് എത്രയാവും അമ്മന് പറയാൻ പറ്റുമോ? 30. 30 കിലോന് 5. വില കുറവാണ്. 5 രൂപയുള്ളൂ കിലോന്. ഇത് 1 കിലോ 425 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന് 7 രൂപയുള്ളൂ. 7 രൂപയും 13 പൈസയും. അപ്പൊ എന്റെ വലിയൊരു കുമ്പളങ്ങ അവിടെ ഇരിക്കുന്നുണ്ട്, അത് മുറിക്കാൻ തോന്നില്ല, വിത്തിന് എടുക്കാൻ. അതെന്തേ? ചെലവില്ലല്ലോ. വിത്തിന് എടുത്തേക്കാ നല്ലത്. നമുക്ക് കൊറേ അടുത്ത വർഷം കൊറേ കുമ്പളങ്ങ ഉണ്ടാവൂലോ. അതെ. മുരിങ്ങക്കായ ഇപ്പൊ വില കുറഞ്ഞു കേട്ടോ. ഇപ്പൊ മാങ്ങയും മുരിങ്ങയൊക്കെ ഉണ്ടാവുന്ന സീസൺ. മുരിങ്ങക്കായ 1 കിലോന് 20. കാണിക്കുന്നുണ്ടോ? മുത്തശ്ശി തല തിരിച്ചിട്ടാണ് എന്നിട്ട് മുറിയുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെ ഇങ്ങനെ പറ്റുന്നത്? മുത്തശ്ശിയുടെ സ്പെഷ്യൽ കത്തിയ മുത്തശ്ശിക്ക് ഇതുകൊണ്ട് കഷ്ണം നുറുക്കിയാലേ ശരിയാവും. അതെ. ഒരു വിശാഖത്തെയും കൂടി ഓർഡർ ചെയ്യണം അങ്ങനത്തെ. ഓണൊക്കെ ആകുമ്പോഴേക്ക്. ഇതിന് എത്രയായിരുന്നു അമ്മേ? 500 600 400 450 ഉണ്ടാവും. കൊറേ 2-3 കൊല്ലായില്ലേ. നമ്മളുടെ ചാമ്പയ്ക്ക തൈയില് 2 ചാമ്പയ്ക്ക ഉണ്ടായിട്ടുള്ളത്, അത് കാണിക്കണം ആള്. അതെ. അപ്പൊ എന്നാ കഷ്ണം എല്ലാം നുറുക്കി കഴിഞ്ഞതിന് ശേഷം കാണാം അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ. അതെ, കൊറേ ദിവസമായി ഇപ്പൊ എല്ലാരോടും സംസാരിച്ചിട്ടൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ സന്തോഷം ഉണ്ടോ നിങ്ങളെ മുഖത്ത്? സന്തോഷമില്ലാതെ വൈകുന്നേരം ഞാൻ സ്ഥലത്തേക്ക് വിളിച്ചാ വരൂ. എങ്ങടാണ് മുത്തശ്ശി എങ്ങട്ടാ കൊണ്ടോണാവോ? നോക്കാലോ. എങ്ങടാ മുത്തശ്ശി? കുറച്ച് ചെടികൾ വാങ്ങണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടുത്തെ ചെടിയൊക്കെ കാണുമ്പോ എന്റെ അവിടെ ചെടിയൊക്കെ പോയി. അപ്പൊ അവിടെ നല്ല വെക്കണം ഒരു മോഹം. അപ്പൊ എവിടെ പോയിട്ടാ വാങ്ങണേ? അവിടെ വൈലോങ്ങര അവിടെ കണ്ടു. ഞാൻ തിരൂര് പോയില്ലോ അമ്മ പോയ സമയത്ത്. അപ്പൊ പോകുമ്പോ ബസ്സിൽ ഇന്നിങ്ങനെ നോക്കി. അപ്പൊ നല്ലോണം കണ്ടു. നമുക്ക് വൈലോങ്ങര പോവാം വൈകുന്നേരം. അങ്ങാടിപ്പുറം 2 സ്ഥലമുണ്ട്. പക്ഷെ അവിടെ ഇപ്പൊ നല്ല ചെടികൾ. വേറൊരു കാര്യം പറയാലോ, ഇടിയും മഴയുണ്ടെങ്കിൽ മുത്തശ്ശി ഞാനും ഇല്ല. മുത്തശ്ശി പറയല് എളുപ്പം. നേരത്തെ എന്നോട് പറയാണ് ഇടിയൊന്നും ഉണ്ടെങ്കിൽ പോണ്ട കേട്ടോ. അപ്പൊ എന്തായാലും നോക്കാം. ഇനിയിപ്പോ ഏതായാലും കഷ്ണങ്ങളൊക്കെ അരിഞ്ഞോളൂ. പൂരത്തിന്റെ മുമ്പേതൊക്കെ അങ്ങനെ കൊണ്ട് വെക്കാലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കഷ്ണമൊക്കെ നുറുക്കിട്ടോ. ഇനി എനിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ അതാ വെള്ളമൊക്കെ വെച്ച് റെഡിയാക്കി കഷ്ണമൊക്കെ കഴുകിയിട്ട് ഇവിടെ വെച്ചു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു, ഇനി കുറച്ച് ഉപ്പും കല്ലുപ്പാട്ടോ ഇട്ടിട്ടുള്ള നമുക്ക് അടയ്ക്കാം. അപ്പോൾ നമുക്ക് കൂട്ടാൻ അരയ്ക്കാനുള്ള ഇതൊക്കെ ആണ് കേട്ടോ. നാളികേരം, ജീരകം, ചുവന്ന മുളക് ഇതൊക്കെ കൂടെ അരയ്ക്കാം. പിന്നെ അതാ പുളി നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 വിസിലായതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ട് പുളി അതിലൊഴിച്ചിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഇത് അരച്ചത് കൂട്ടുക. അപ്പോൾ നമ്മളുടെ കുക്കറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവിയൊക്കെ പോയി, ആരുമില്ല സഹായിക്കാൻ. തുറന്ന് നോക്കാം. യെസ്, നമ്മൾ 1 വിസിൽ 2 വിസിലാക്കണമെന്ന് വെച്ചാൽ, പക്ഷെ 1 വിസിലാക്കിയുള്ളൂ. അതെ അതെ. മത്തനൊക്കെ അല്ലെങ്കിൽ ഉടങ്ങി. അപ്പോൾ ഈ പുളിങ്കറി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് ചക്കരശ്ശേരി ഉണ്ടാക്കാൻ. അതെ, അത് കഴിഞ്ഞിട്ടേ ഉണ്ണുള്ളൂ. അതെനിക്ക് പറ്റുമോ? ഞങ്ങൾക്ക് കേട്ടു മുത്തശ്ശി. ഷൂ, ഹേയ് നല്ല കടിയിട്ടോ കടിച്ചേ. അന്ന് തുടങ്ങിക്കോളൂ. എന്തായാലും കുക്കിംഗ് ഷോന്റെ ഇടയിൽ കട്ടുറുമ്പ് കുത്തിയ ഒരു കുന്തം. എന്നാ മുത്തശ്ശി തന്നോളൂ. ഏയ് മുത്തശ്ശീനെ കുത്താൻ സമ്മതിക്കില്ല. മുത്തശ്ശി കറിവേപ്പിന്റെ എല്ലാം കൊണ്ടുവന്നോട്ടെ. ഈ പുളിവെള്ളം നേരത്തെ അടപ്പ് അവിടെ വെക്കുന്നുണ്ട്. കറിവേപ്പില എടുത്ത് വരാം. ഇതൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇപ്പൊ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അല്ല, തീ കത്തിക്കണം. ഇപ്പൊ വേണ്ട, കത്തിക്കാം. നല്ല തിളക്കട്ടെ. കറിവേപ്പില റെഡി. ഓക്കെ ഓക്കെ. ഇത് ഊരിയിടാം അല്ലേ? ഊരിയിട്ടോളൂ. ഊരിയിടാം. പോരെ? മതി. നമുക്ക് വറുത്തിടാനും ആയിട്ടോ അമ്മ. ഇനി അരപ്പ് കൂട്ടാനായില്ലേ? ഇല്ല, തിളക്കട്ടെ, ഒന്ന് തിളക്കട്ടെ. അപ്പം നല്ല തിളച്ചു കിട്ടും. ഇനി നമുക്ക് അരച്ചത് ചേർക്കാം. ബാക്കി നമുക്ക് ചക്കരശ്ശേരിക്കല്ലേ? അതെ, അതാണ് ഞാൻ കുറച്ച് അധികം അരച്ചു. ശശിക്ക് എടുത്ത് വെച്ചിട്ടില്ല. അച്ഛൻ ചക്ക കൂട്ടാൻ കഴിക്കും. അത് മതി പറഞ്ഞു, ഞാൻ ചോദിച്ചു. ഇത് മതിയോ അരപ്പ്? കുറച്ചും കൂടെ ആക്കാലേ, അപ്പൊ ശരിയുടെ കുറഞ്ഞിട്ടോ. 2 തോടെ ഒപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം അരക്കണ്ടേ. എന്നതായിരിക്കും ചേർത്തോളൂ. സംശയമാക്കി നിക്കണ്ട. ഓക്കെ. അല്ല, അത് അയലേട്ടോ അതിന്റെ ഒരു ഇതുള്ളൂ അല്ലേ? അതെ അതെ. അല്ല, അതെ, ഞാൻ ഇതിലേക്ക് കണക്കാക്കിയിട്ട് തന്നെ നാളികേരം എടുത്ത. അപ്പൊ അമ്മ പറഞ്ഞു എരിശ്ശേരി വേണമെന്ന് പറഞ്ഞപ്പോ. എൽശ്ശേരിയാണ് ചക്ക കൂട്ടാനാണോ ടേസ്റ്റ്? ഏതാ വേണ്ടത്? ചക്ക കൂട്ടാൻ മതി മുത്തശ്ശി. എൽശ്ശേരി വേണ്ട. അതാണ് കൂടുതൽ ടേസ്റ്റ്. ചക്ക കൂട്ടാനാകുമ്പോ മഴയത്ത് നല്ല ടേസ്റ്റാ. നല്ല എന്നാ അതും ആക്കാം. വറുത്തിടൽ വേറെയും. അന്ന് അങ്ങനെയല്ലേ എടുത്തത്. അമ്മ എന്താ മുഖം ചൊളിക്കണേ? അങ്ങനെ തന്നെ ആയിരുന്നു അന്ന് ചെയ്തത്. അമ്മോട്ട് എന്താ ചെയ്തറിയമ്മേ? ഞാൻ രണ്ടും കഴിച്ചു. അന്ന് ശരി, അധികം നല്ല സ്വാദാണ്. കഴിച്ചിട്ടുണ്ട്. അല്ല അല്ല, ചക്കക്കൂട്ടം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നതാ പറ്റി. കേട്ടോ, ഇനി നമുക്ക് ഓഫ് ചെയ്യണ്ട. ഇത് കറണ്ടില് നമുക്ക് വറുത്തിടണല്ലോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത് വറുത്തിടാം കേട്ടോ. കടുകും മുളകും കറിവേപ്പിലയും. ഇന്നത്തെ മുളകിനൊരു സ്പെഷ്യൽ ഉണ്ട്. അതെ, ഞാൻ രമ്യമ്മായോടെ ഞാൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു. അജയമാവന്റെ വൈഫ് രമ്യമ്മായി. ഇതാ മുളക്, ഇങ്ങനത്തെ മുളക് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കുക്കിംഗ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ വിചാരിച്ചാലും എന്താ ചെറിയ ഉള്ളി ഇങ്ങനെ? ചെറിയ ഉള്ളി അല്ല മുത്തശ്ശി, ഇത് മുളകാണ്. അപ്പൊ ഇങ്ങനത്തെ ഉണ്ടമുളക് കൊണ്ടുവന്ന് തരണേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കോയമ്പത്തൂര് തമിഴ്നാട്ടിലൊക്കെ കണ്ടത്. ഇല്ല ഇല്ല, ഇവിടെ ഉള്ളവരങ്ങനെ ഇത് യൂസ് ചെയ്യില്ല തോന്നുന്നു. അപ്പൊ അത് പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട്. എരിവുണ്ട് കേട്ടോ ഇതിന്. എരിവുണ്ട്. ഞാൻ നോക്കി ഒരു മുളക് എടുത്തിട്ട് എരിവ് കുറവാണോ എന്താന്ന് അറിയില്ലല്ലോ. അപ്പൊ എരിവുണ്ട്. അതൊന്ന് ചൂടായതിനു ശേഷം നമുക്കൊക്കെ വറുത്തിടാം. ഇത് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഉണ്ടമുളക് ഉണ്ടാവുക. നമ്മളെ കുറെ സബ്സ്ക്രൈബേഴ്സ് തമിഴ്നാട്ടിലുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പിന്നെ ഇത് പരിചിതമായിട്ടുള്ള ഒരു സാധനമായിരിക്കും. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. ഇത് ഇതിന്റെ പച്ചയാകുമ്പോഴും നല്ല ഭംഗിയുണ്ടാവും. അതെ അതെ. മരല്ല മുളക് തയ്യുമ്മേ. വേറെന്തെങ്കിലും പഴങ്ങളാ വിചാരിക്കും. അപ്പൊ കുറച്ച് കടുക് ഇടുക.
നമ്മ പിന്നെ തീ പിന്നെ കുറച്ച് വെച്ചോണ്ട് പിന്നെ നാളത്തേക്കേ ആവുള്ളൂ. ഞാൻ എന്താ പറയാ അധികം ഗ്യാസ് വേണ്ട ചിട്ടമ്മോ. ഇപ്പൊ കൂട്ടന്നെ വേണം. ആ ഇതിനൊക്കെ കൂട്ടണേ. വേണം സ്പൂണ്. കരുവേപ്പില സ്പൂണ് നമ്മള് വെച്ചിട്ടുണ്ടായിരുന്നു. ഇട്ടാ മതി. മുളക് ഇടുന്നത് രണ്ടിട്ടാ മതിയമ്മേ, കാരണം കിലോ 350. നല്ല വില ഉണ്ടേ. ആയില്ലേ, നമുക്ക് വറുത്തിടാട്ടോ. കയ്യില് വേണ്ടേ ഇറക്കാൻ. ഹായ് സൂപ്പർ സൂപ്പർ. എന്തായാലും ആ മുളക് ഞാൻ കഴിക്കും. മുത്തശ്ശിക്ക് വലിയ എരിവ് വേണ്ട. അപ്പൊ നമ്മളുടെ ഗ്യാസ് ഓഫ് ആയിക്കോളാം. മുത്തശ്ശി അടുത്ത് ചക്ക നേരെയാക്കാൻ പോവുകയാണ്. ചക്ക അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, പോയി വെട്ടട്ടെ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എത്രയേ ഉള്ളൂ. ആ ഞാൻ ചോദിച്ചെന്താ ബായ് എന്ന് പറയാത്തന്ന്. അടുത്തതുണ്ടേ തോന്നുന്നു അമ്മു. ആ എന്നാ ഞാൻ തപ്പ വരാം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.